എൻ്റെ പേര് അജൂബ് എന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വെൽഡോൺ റൂഫിംഗ് മോൾ എന്നാണ്. ഞാൻ പഠിപ്പ് കഴിഞ്ഞ മുതൽ ഈ ഫീൽഡ് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ +2 വരെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഏട്ടൻ്റെ സ്ഥാപനമായിരുന്നു ഇത്. അപ്പോൾ ഏട്ടന് ജോലി കിട്ടി പോയപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരികയായിരുന്നു. ഈ ഫീൽഡ് തന്നെയാണ്, വെൽഡിങ് ഫീൽഡ് തന്നെയാണ്. പിന്നെ നേരെ ഏട്ടൻ്റെ ഫീൽഡിലേക്ക് തന്നെ വന്നു ജോലി എടുത്ത് ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഒരു 10-12 വർഷമായി ഈ ഫീൽഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ഗേറ്റ്, ഗ്രില്ല്, ഡ്രസ് വർക്ക്, റൂഫിംഗ്, അങ്ങനെ അത്യാവശ്യം അങ്ങനത്തെ വർക്കുകളായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് വെൽഡോൺ ഡോർസ് ആൻഡ് വിൻഡോസ് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന മറ്റേ GI ഡോറുകളുടെ മാനുഫാക്ചറിങ് ഉണ്ട്, ചെറിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഉണ്ട്. ഇത് വന്നിട്ട് ഇമ്പോർട്ടഡ് ഡോർസ് ആണ്, കിൻസൈഡ് ഒക്കെയാണ് ഡോറുകൾ നടത്തുന്നത്. പിന്നെ ടാറ്റയുടെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ വിൻഡോസ് നമ്മളെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നത്, നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ കാലകാലം ലൈഫ് ലോങ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ടാറ്റയുടെ ഒക്കെ നമുക്ക് ലൈഫ് ലോങ് കൊടുക്കാൻ പറ്റും. വിൻഡോസും ഡോർസൊക്കെ മാക്സിമം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ്. മഴ തുരുമ്പ് പ്രശ്നമില്ല, വേറെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പൊടി എന്നുള്ള പ്രശ്നമില്ല, തുരുമ്പ് പ്രശ്നമില്ല. പിന്നെ നമുക്ക് മെയിൻ്റനൻസ് കമ്മിയാണ് ഇരുമ്പിൻ്റെ ആകുമ്പോൾ. ഇതൊക്കെ വന്നിട്ട് നമുക്ക് കിൻസിയുടെ ഡോറൊക്കെ വന്നിട്ട് നമുക്ക് 15 വർഷമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. പിന്നെ 5 വർഷം ഗ്യാരണ്ടിയോട് കൂടിയുള്ള ഡോസാണ് നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നതല്ല. ഇപ്പം എല്ലാവരും സ്റ്റീലിലേക്ക് മാറിയിരിക്കുകയാണ് മാക്സിമം. ഇപ്പം നമ്മൾ പഴയ വീട് ചെയ്തവിടെ മൊത്തം നമ്മളിപ്പോൾ പോയിട്ട് വേറെ മരത്തിൻ്റെ ഡോർ വന്ന് പൊളിച്ചിട്ട് സ്റ്റീലിൻ്റെ ഡോറും വിൻഡോസും ആണ് വെച്ച് കൊടുക്കുന്നത് ഇപ്പം എല്ലാം. ഒരുപാടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു മേഖലയായിരുന്നു. പിന്നെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ പണിയെടുത്ത കാശ് കിട്ടും, അപ്പോൾ ധൈര്യത്ത് ഇറങ്ങി പണിയെടുത്തു, കാശ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അതിൽ ഫസ്റ്റത്തെ വെല്ലുവിളിയാണ് ക്യാഷ് തന്നെയാണ്. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പണിയും കാശ് ഉണ്ടാക്കാം. പണി എടുത്തു കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കാം. മടിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കാം. കാശ് ഉണ്ടാക്കാൻ പണിയെടുക്കണം. അപ്പോൾ കുറച്ച് പണിയെടുത്തു. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറേ പ്രയത്നിച്ചു. ക്യാഷ് ഉണ്ടാക്കാൻ കുറച്ച് പ്രയത്നിച്ചു നമ്മൾ. പിന്നെ ഇങ്ങനെ പോവുക തന്നെ. ഇപ്പോൾ എന്നെയും ചേർത്ത് ഞങ്ങൾ 6 പേരുണ്ട്. നല്ലൊരു ഗ്രൂപ്പ് വർക്കാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ കേസ് ഇപ്പോൾ പുതിയ വീടിന് ആവശ്യം പുതിയ സ്റ്റെയർ കേസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഡോർസ് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും എല്ലാം നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഓരോ സെക്ഷൻ ചെയ്യും. ഒരാൾ ബോർഡ് ചെയ്യും, ഒരാൾ ഡോർ ചെയ്യും, ഒരാൾ അങ്ങനെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്നത്. ഇപ്പോൾ ഞാനും അവരുടെ ഇപ്പോൾ സഹായിക്കാനും എല്ലാത്തിനും ഞാൻ ചെറിയൊരു സംരംഭം പോയതാണ്. ഞാനും അതിൽ ഒരു ഇൻവോൾവ് ആണ്. കോമ്പറ്റീഷൻ ബേസ് നമ്മൾ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്തോറും ഞങ്ങൾ പണിയെടുക്കുന്നത് കുറച്ച് അധ്വാനം കൂട്ടുമ്പോൾ ആ മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാർക്കറ്റ് വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ സ്വന്തമായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ മാർക്കറ്റ് വിലയായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡോർസ് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും. ഞാൻ ചെറിയൊരു സ്ഥാപനം ആയതുകൊണ്ട് ഓൾ കേരള എന്നല്ല, പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി നേരിട്ട് എല്ലാവരും എത്തിക്കും. ഇപ്പോൾ കിൻസ പറഞ്ഞ കമ്പനി നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അളവിനനുസരിച്ച് അവിടെ എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ കമ്പനി. ഞാനൊരു ചെറിയൊരു സംരംഭം ഒരു പാലക്കാട് മാത്രം ഒതുങ്ങി കൂടുന്ന ആളാണ്. ഇനി ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ കമ്പനി കിൻസയാണ്. അപ്പോൾ അവർ എത്തിച്ചു കൊടുത്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും. ഡോറല്ലാതെ വിൻഡോസ് ഉണ്ട്. പിന്നെ എല്ലാതരം വിൻഡോസ് ഉണ്ട്. പല മോഡൽ വിൻഡോസ് ഉണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള വിൻഡോസ് എല്ലാം നമ്മൾ ചെയ്യും. ഒരു വിൻഡോസ് എന്നല്ല, പലതരം വിൻഡോസും ഡോർസും നമ്മൾ കസ്റ്റമേഴ്സിന് ആവശ്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കും. ഇവിടെ വന്നിട്ട് ഡോർസ്, വിൻഡോസ്, പിന്നെ ഡ്രസ് വർക്ക്, ഡോറ്, ഗ്രില്ല്, അങ്ങനെ ഒരു വീടിന് ആവശ്യമായ എല്ലാ പരിപാടിയും, സ്റ്റെയർ കേസ്, വാട്ടർ ടാങ്ക് സ്റ്റാൻഡ്, അങ്ങനെ അതായത് നമ്മളൊരു വീടിന് ആവശ്യമായ എല്ലാ പരിപാടിയും നമ്മൾ ഇവിടുന്ന് ചെയ്തായിരിക്കും. ഫാമിലിയിൽ വൈഫുണ്ട്, മോനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. എന്താ വെച്ചാൽ നല്ലൊരു ജോലിയാണ്, ഒരു കുറവും പറയാനില്ല. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഒരു നമുക്ക് നല്ലൊരു സ്ഥാപനമാണ്. ഒരു കുറച്ചിലും കാര്യങ്ങൾ നമുക്ക് കുറവ് പറയാനൊന്നുമില്ല. നമ്മൾ നല്ലൊരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം. പിന്നെ വർക്ക് ചെയ്യണേക്കാട്ടും കൂടുതൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ച് അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മൾ പണി ചെയ്ത് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളാക്കില്ല. പുതിയ അപ്ഡേഷൻ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യണം. പിന്നെ കൂടെ അത് അപ്ഡേറ്റ് ചെയ്യും വേണം.
അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കും. ഒരു പരിപാടി തുടങ്ങുമ്പോൾ വർക്ക് ചെയ്യും വേണം, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കണം. അതാ പറയാനുള്ളത്. ഈ ഒരു ഇൻഡസ്ട്രി, നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ എൻ്റെ ആഗ്രഹം. ഈ ഡോർസിൻ്റെയും വിൻഡോസിൻ്റെയും നല്ലൊരു ഇൻഡസ്ട്രി ആയി തുടങ്ങണം എന്നാണ് ആഗ്രഹം. ആ പാർട്ടായിട്ട് പറഞ്ഞാൽ ഈ ഓഫീസ് നമുക്ക് ഒരു ഡിസ്പ്ലേക്ക് മാത്രം ഇടുന്നതിനെക്കാട്ടും നല്ലത് ഒരു ചെറിയൊരു വരുമാനം അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ പവർ ടൂൾസിൻ്റെ റെന്റ് തുടങ്ങിയിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് വന്നിട്ട് മെറ്റീരിയലിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഒരു ഇതിന്റെ പാർട്ടായിട്ട് ഞാൻ അങ്ങനെയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ മാനുഫാക്ചറിങ് ഏരിയയിൽ തന്നെയാണ് നമ്മൾ എല്ലാം വെച്ചിരിക്കുന്നത്. ഇവിടെ വെക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ വെച്ചിരിക്കുക. അത് പാലക്കാട് മുണ്ടൂരിലെ കൂട്ടുപാത പറഞ്ഞ സ്ഥലത്താണ്. മുണ്ടൂർ കൂട്ടുപാത എന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ. അവിടെ വെൽഡോൺ റൂഫിംഗ് മോർ എന്നാണ് എൻ്റെ സ്ഥാപനത്തിന്റെ പേര്.